ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫ്ലോപ്പായി പോയൊരു വാനില സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്ലോപ്പായെന്ന് വെച്ചാൽ കേക്ക് നമുക്ക് അടിപൊളിയായിട്ട് കിട്ടി, പക്ഷേ എന്നിട്ട് ലാസ്റ്റ് കുറച്ച് അബദ്ധങ്ങളൊക്കെ പറ്റി. അതാണ് അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോ കാണാം. അതിനുശേഷം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓവനിലൊക്കെ വെച്ച് ആദ്യമായിട്ട് സെറ്റാക്കി എടുത്ത് കേക്കാണ്. കേക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടി. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ 2 മുട്ടയാണ് ഇതിന് വേണ്ടി എടുത്ത് 2 മുട്ട എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു നല്ല ഫ്ലഫി ആയിട്ട് വരുന്നത് വരെ നമ്മൾ ബീറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഓവൻ ഒന്ന് സെറ്റ് ചെയ്യണം. ഓവൻ നമ്മൾ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇത് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ അത് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും ഓവൻ പ്രീ ഹീറ്റ് ആയിക്കോളും. അതിനിട്ട് നമുക്ക് നേരെ ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ മുട്ടയും പഞ്ചസാരയും കൂടെ അടിച്ച് നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്തൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതേ അളവ് തന്നെ, അതായത് 1/4 കപ്പ് തന്നെ കുറച്ച് പാലും, റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന പാലും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇച്ചിരി നേരം. അതിനുശേഷം നമ്മളിതിലേക്ക് നമ്മുടെ മൈദ ചേർത്ത് കൊടുക്കണം. മൈദ ഒരു 1/4 കപ്പ് മൈദയിലേക്ക് പിന്നെ നമ്മൾ ഇതേപോലെ അരിച്ചാണ് ചേർക്കണം. അപ്പോൾ അതിലേക്ക് തന്നെ നമ്മൾ നമ്മുടെ ബേക്കിംഗ് പൗഡർ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് തന്നെ ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ട് ഒരു സ്പാച്ചിലെടുത്ത് പതുക്കെ ഇങ്ങനെ ഒരു സൈഡിലേക്ക് ഒരു ഡയറക്ഷനിലേക്ക് തന്നെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ സ്പാച്ചിൽ ചെറുതായതുകൊണ്ട് ഞാൻ വിസ്കും കൂടെ എടുത്തിട്ട് ഒന്ന് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തു. അതിനുശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ബാറ്റർ റെഡിയായി. ഇനി നമ്മൾ ട്രേ റെഡിയാക്കാൻ പോകണം. അപ്പോൾ ട്രേ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതേപോലത്തെ ഒരു പാത്രം എടുത്തു. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ തേച്ചു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് നമ്മൾ ബട്ടർ പേപ്പർ മേടിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ അതിന് പകരമാണ് ഇതേപോലെ ചെയ്തത്. കുറച്ച് മൈദ അതിലേക്ക് ഇട്ടിട്ട് ഇതേപോലെ നന്നായിട്ട് എല്ലാ സൈഡിലേക്കും മൈദ ആക്കിയതിന് ശേഷം നമ്മളിതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ബാറ്റർ നല്ല റിബൺ കൺസിസ്റ്റൻസി ഒക്കെ ആയിട്ട് നമുക്ക് കിട്ടി. നമ്മൾ എന്നിട്ട് ഇത് നേരെ ബേക്ക് ചെയ്യാനായിട്ട് വെച്ചു. അപ്പോൾ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചേക്കണ ഓവനിലേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് നമ്മൾ ടൈമൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം. 30 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. 180 ഡിഗ്രിയിലാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടൊക്കെ കൊടുത്ത് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചു കേട്ടോ. ഒരു 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് കേക്ക് റെഡിയായി. നല്ല സൂപ്പർ കേക്ക് നമുക്ക് കിട്ടിയിട്ട് നല്ല സ്പോഞ്ച് കണക്ക്, അതായത് നല്ല സോഫ്റ്റ് കേക്കാണ്. അതേപോലെ തന്നെ നല്ലോണം ഇങ്ങനെ പൊങ്ങിയൊക്കെ വന്നിരുന്നു. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയൊക്കെ റെഡിയാവുമെന്ന്. എന്തായാലും നമ്മളിത് ഇതേപോലെ റെഡിയാക്കി എടുത്തു. കേക്ക് ഫ്ലോപ്പാകാൻ കാരണം നമ്മുടെ ക്രീമാട്ടോ. ഞങ്ങൾ വിപ്പിംഗ് ക്രീം അന്വേഷിച്ച് കുറച്ച് കടയിൽ പോയി, പക്ഷേ വിപ്പിംഗ് ക്രീം കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ഫ്രഷ് ക്രീം വെച്ച് ചെയ്യാമെന്നും പറഞ്ഞു ഫ്രഷ് ക്രീം മേടിച്ചുകൊണ്ട് വന്നു. കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് നമ്മൾ ബീറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഞങ്ങൾ വിചാരിച്ചത് ഫ്രഷ് ക്രീം വിപ്പിംഗ് ക്രീം പോലെ പൊങ്ങി വരുന്നതാണ്, പക്ഷെ വന്നില്ല. ഞങ്ങളിങ്ങനെ നന്നായിട്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരുന്നു. കുറേ നേരം കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി പൊങ്ങി വരില്ല എന്ന്. അപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീം ആക്കുന്ന വീഡിയോ യൂട്യൂബിൽ കണ്ടു. ഫ്രഷ് ക്രീം വിപ്പിംഗ് ക്രീം ആക്കുന്ന വീഡിയോ യൂട്യൂബിൽ കണ്ട് ഞങ്ങൾ കുറച്ച് കോൺഫ്ലവറൊക്കെ ചേർത്തൊന്ന് മിക്സ് ചെയ്യാൻ നോക്കി, പക്ഷേ റെഡി ആയില്ല. ലാസ്റ്റ് ഞങ്ങൾ വീഡിയോയിൽ നമ്മൾ നോക്കിയപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ശരിയാവുന്നൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ കുറേ പ്രാവശ്യം ഫ്രിഡ്ജിൽ വെച്ച് നോക്കി, പക്ഷേ ശരിയായില്ല. ലാസ്റ്റ് നമ്മൾ ഇത് തന്നെ വെച്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കേക്ക് 2ആയിട്ട് കട്ട് ചെയ്തു. 2ആയിട്ട് കട്ട് ചെയ്യാനേ പറ്റുള്ളൂ, 3ആയിട്ട് കട്ട് ചെയ്ത് പൊക്കം കുറവായതുകൊണ്ട് 2ആയിട്ട് കട്ട് ചെയ്യാനേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ വന്നിട്ട് കേക്ക് ഇതേപോലെ കട്ട് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പൊക്കെ ആഡ് ചെയ്തു. നമ്മൾ എന്നിട്ട് വെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ക്രീം ചേർത്ത് കൊടുക്കണം കേട്ടോ. ക്രീമിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ക്രീമിൽ കളർ ചേർത്തിട്ടും കളർ ചേർക്കാണ്ട് വെച്ചപ്പോൾ കളർ ചേർക്കാത്ത ക്രീം ഒരു ലെയറായിട്ട് ചെയ്തിട്ട് കളർ ഒരു യെല്ലോ കളറാണ് ചേർത്ത് അടുത്ത ലെയർ വെച്ചിട്ട് ആ യെല്ലോ കളർ ക്രീം അങ്ങോട്ട് ചേർത്ത് കൊടുത്തു. ഇതേപോലെ കുറച്ച് ഷുഗർ സിറപ്പൊക്കെ ചേർത്തു. എന്നിട്ട് നമ്മൾ ക്രീം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചു. പിന്നെയാണ് ഞങ്ങൾ ഓർത്തത് നമുക്കിത് ഐസ്ക്രീം കേക്ക് ആക്കിയാൽ മതിയായിരുന്നു. പിന്നെയാണെന്ന് ഓർത്തത്. എന്തായാലും കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടി. ഇപ്പോൾ നമ്മുടെ ക്രീമാണ് പറ്റിയത്. ഞങ്ങൾ കേക്ക് ഫ്രിഡ്ജിലൊക്കെ വെച്ചുകൊണ്ട് വന്നിട്ടത് മുറിച്ചു. കേക്കിന് ടേസ്റ്റ് ഉണ്ടായിരുന്നു, ടേസ്റ്റ് ഉണ്ട്. എന്നാൽ ആ ക്രീം അങ്ങോട്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞങ്ങളതിങ്ങനെ മുറിച്ച് കഴിച്ചു. പിന്നെ കുറച്ച് ക്രീമും ആക്കിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഐസ്ക്രീമും കൂടെ ആക്കി കേട്ടോ. അതും കൂടെ നമ്മൾ ഫ്രീസറിൽ വെച്ച് കട്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കി. വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.